ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡെയിലി പ്രോസസ് ഓഫ് ഗൈനക്കോളജി OPD അസിസ്റ്റിംഗ് സ്റ്റാഫ്. ഗൈനക്കോളജി OP അസിസ്റ്റ് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ഒരു ദിവസത്തെ പ്രോസസ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ SOP യെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു SOP പ്രിപ്പയർ ചെയ്യുന്നത് വെച്ചാൽ, ഒന്ന് എഫിഷ്യന്റ് ആയിട്ടുള്ള വർക്ക് കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടി, രണ്ട് ഏറ്റവും നന്നായിട്ട് ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, ഏറ്റവും നന്നായിട്ട് പേഷ്യന്റ് കെയർ ചെയ്യുന്നതിന് വേണ്ടി, പേഷ്യൻസിന് കൃത്യമായിട്ടുള്ള സപ്പോർട്ട്, കൃത്യമായിട്ടുള്ള സേവനങ്ങൾ കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു SOP പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുകയാണെങ്കിൽ OP ഡിപ്പാർട്ട്മെന്റിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗൈനക്കോളജിയാണ് ഇത് ചെയ്യുന്ന ആളുടെ റോൾ ഉണ്ടാവുക. OP ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റ് ചെയ്യുക, ഡോക്യുമെന്റേഷൻ കൃത്യമാക്കുക, സ്കാനിങ്ങിന് ഹെൽപ്പ് ചെയ്യുക, അതായത് ഡോക്ടർ സ്കാനിങ്ങിനായിട്ട് മുന്നോടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതേപോലെ തന്നെ ടോക്കൺ കോളിംഗ്, പേഷ്യന്റ് കെയർ, ഇതൊക്കെയാണ് ഈ ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ഈ പൊസിഷനിലുള്ള ഒരാളുടെ ടോട്ടൽ വർക്ക് വരിക. ഒന്ന് OP അസിസ്റ്റിംഗ്, ഡോക്യുമെന്റേഷൻ, സ്കാനിങ് അസിസ്റ്റിംഗ്, പേഷ്യന്റ് കെയർ, ടോക്കൺ കോളിംഗ്. ഓക്കെ, അവർ വർക്കിംഗ് അവേഴ്സ് ഉണ്ടാവുക 8:30 to 5:30 ആണ്. നോർമൽ സാധാരണ നമ്മുടെ മോർണിംഗ് ഷിഫ്റ്റ് ആണ് ഇതുണ്ടാവുക. ഓക്കെ, ഫ്രം മോർണിംഗ് ഒരു 8:30ക്ക് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന 9 മണി വരെയുള്ള സമയം ക്ലീൻ ആൻഡ് പ്രിപ്പയർ OPD റൂം, OP ഡിപ്പാർട്ട്മെന്റ് റൂം ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്യുക. എന്തൊക്കെയാണ് നെക്സ്റ്റ് OP നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്, ഇതെല്ലാം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. സ്വിച്ച് ഓൺ ദ സ്കാനിങ് മെഷീൻസ് സ്വിച്ച് ഓൺ ചെയ്യുക. അപ്പോയിന്റ്മെന്റ്, ഇന്ന് എത്രത്തോളം അപ്പോയിന്റ്മെന്റ് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ബുക്കിംഗ് ചോദിച്ച് മനസ്സിലാക്കുക. അതിനുള്ള അറേഞ്ച്മെന്റുകൾ ചെയ്യുക. ഈവൻ ഡോക്ടേഴ്സിനെ ഇൻഫോം ചെയ്യുക, ഇത്ര പേഷ്യന്റ് ആണെന്നുള്ളത്, ഇത്ര പേഷ്യൻസ് ഇപ്പൊ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സിന് അപ്ഡേറ്റ് ചെയ്യുക. ഡോക്യുമെന്റേഷൻ മെറ്റീരിയൽ, അവർക്ക് ഡോക്യുമെന്റേഷൻ മെറ്റീരിയൽ എന്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അറേഞ്ച് ചെയ്യുക. അപ്പൊ നമുക്ക് ഫോമുകൾ എന്തെങ്കിലും ഫില്ല് ചെയ്യാനോ, കൺസേൺ ഫോംസോ, അല്ലെങ്കിൽ ബാക്കിയുള്ള ഡോക്യുമെന്റേഷൻ, ഇപ്പോൾ EDC റിപ്പോർട്ടിംഗ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് എല്ലായ്പ്പോഴും ഒരു ചെറിയൊരു നോട്ട് നമ്മളെ കയ്യിൽ വേണം, ഈ ഡീറ്റെയിൽ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ OP സമ്മറി അപ്ഡേറ്റ് ഇൻ വാട്സാപ്പ് ഗ്രൂപ്പ്. നമ്മൾ സാധാരണ എല്ലാ ദിവസവും മുൻപത്തെ ഒരു ദിവസത്തെ OP സമ്മറി വാട്സാപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. സെറ്റപ്പ് ടോക്കൺ സിസ്റ്റം നമുക്കുണ്ട്, അതെല്ലാം ക്ലിയർ ആണ്, ഓക്കെ ആണ്, വർക്കിംഗ് ആണെന്ന് ഉറപ്പുവരുത്താം. ഇത് നിങ്ങൾക്ക് 8:30 മുതൽ വന്നത് മുതൽ 9 മണിയുടെ ഉള്ളിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളാണ്. 9 മണി മുതൽ 1 മണി വരെയാണ് നമ്മളുടെ OP ആക്റ്റീവ് ആവുന്ന സമയം. ഒന്ന് ടോക്കൺ കോളിംഗ്, ക്യൂ മാനേജ്മെന്റ്, കൃത്യമായിട്ടുള്ള നമ്മൾ കൃത്യമായിട്ട് ടോക്കൺ നമ്പറുകൾ അനുസരിച്ച് വിളിക്കുന്നുണ്ട്, ടൈം അതിന്റെ മുകളിൽ എഴുതി വെച്ചിട്ട് വിളിക്കുന്നുണ്ട്. അതുകൊണ്ടുള്ള ഉപകാരം എന്താ വെച്ചാൽ കൃത്യമായിട്ട് ആളുകളെ വെയിറ്റിംഗ് ടൈം കുറക്കാനും വളരെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാനും, ക്യൂ മാനേജ് ചെയ്യാനും നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ ഇൻ കേസ് ഡോക്ടേഴ്സിന് എന്തെങ്കിലും പ്രൊസീജിയറുമായി ബന്ധപ്പെട്ടിട്ട് ലേബർ റൂമിലേക്കോ ഓപ്പറേഷൻ തിയേറ്ററിലേക്കോ പോകേണ്ടി വന്നാൽ അത് കൃത്യമായിട്ട് മുന്നിൽ നിൽക്കുന്ന പേഷ്യൻസിനോട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. വിത്തിൻ ദിസ് ടൈം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് ഒരു വിതൗട്ട് എനി ഇൻഫർമേഷനിൽ പുറത്തങ്ങനെ ആൾക്കാർ വെയിറ്റ് ചെയ്യാൻ പാടില്ല. അസിസ്റ്റ് ഡോക്ടർ വിത്ത് ദ പേഷ്യന്റ് ഫയൽ ആൻഡ് നോട്ട്സ്. ഇപ്പൊ പേഷ്യന്റ് ഫയല്, നോട്ട്സ്, ഇതൊക്കെ ഡോക്ടർക്ക് വേണമെന്നതിന് എടുത്തു കൊടുക്കാനും പിടിക്കാനൊക്കെ കൃത്യമായിട്ട് ഹെൽപ്പ് ചെയ്യാം. പ്രിപ്പയർ അസിസ്റ്റിംഗ് ഡ്യൂറിങ് സ്കാനിങ്ങിന്റെ സമയത്ത് ഡോക്ടേഴ്സിന് വേണ്ട അസിസ്റ്റിംഗ് ചെയ്യുക. പ്രൊവൈഡ് ഇമോഷണൽ സപ്പോർട്ട് ആൻഡ് എസ്കോർട്ട് പേഷ്യന്റ്. പല ടൈപ്പ് ഓഫ് പേഷ്യൻസ് ആണല്ലോ നമ്മൾ OPയിൽ വരിക. അപ്പൊ അവർക്ക് വേണ്ട ഇമോഷണൽ സപ്പോർട്ട് നമ്മൾ കൊടുക്കുക. അവരോടൊന്നും കയറി സംസാരിക്കാതെ, മീൻസ് അവർക്കൊരു ബുദ്ധിമുട്ടാവുന്ന നോട്ടം പോലും ഉണ്ടാവാൻ പാടില്ല. ആ രൂപത്തിൽ ആ പേഷ്യൻസിനൊക്കെ വളരെ നന്നായിട്ട് കെയർ ചെയ്യുക. ദെൻ എസ്കോർട്ട് പേഷ്യൻസിനെ നെക്സ്റ്റ് ലെവലിലേക്ക്. ഇപ്പോൾ ചില പേഷ്യൻസിന് നമ്മൾ ഡയറക്റ്റ് പുറത്ത് ഇറക്കിയാൽ മതി. ചില ആൾക്കാർക്ക് ചിലപ്പോൾ അടുത്തൊരാൾക്ക് ഹാൻഡ് ഓവർ കൊടുക്കേണ്ടി വരും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു OP അഡ്മിഷന് വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ അവർ മാഡത്തിനെ കണ്ടു, അടുത്ത സ്റ്റെപ്പ് നമ്മുടെ OP പുറത്ത് നഴ്സിംഗ് സ്റ്റേഷനിൽ അവരെ കൊണ്ട് ഏൽപ്പിക്കുക, അവരുടെ ഫയൽസ് ഒക്കെ ഏൽപ്പിക്കുക, ഇന്ന ആൾക്കാരെയാണ് മീറ്റ് ചെയ്യേണ്ടതെന്ന് പറയാം. ആ ആളെ ഒരു സ്റ്റാഫിന് അവരെ മീറ്റ് ഈസി കൊടുക്കുക. ദെൻ അവരെ പറഞ്ഞേക്ക് അതിനുശേഷവും OP കഴിഞ്ഞ സമയം ഉണ്ടെങ്കിൽ ആ പേഷ്യന്റ് ഏത് റൂമിലാണെന്നൊക്കെ നോക്കിയിട്ട് അവരൊക്കെ അറ്റൻഡ് ചെയ്യുന്ന രൂപമൊക്കെ ഉണ്ടെങ്കിൽ വളരെ നന്നായിട്ട് നമുക്ക് ഈ പേഷ്യന്റ് ആൻഡ് ബൈസ്റ്റാൻഡർ റിലേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യമാണ് മെയിൻറ്റെയിൻ ക്ലീൻനെസ് ആൻഡ് പ്രൈവസി. ഇപ്പൊ പേഷ്യന്റിന്റെ പ്രൈവസി ഉള്ള കാര്യങ്ങൾ, ഇപ്പോൾ അവരോടുള്ള സംസാരം,
ഇതൊക്കെ വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കുക. അവരെ പ്രൈവസി ബ്രേക്ക് ചെയ്യുന്ന രീതിയിലൊന്നും പുറത്ത് സംസാരിക്കരുത്. അവരെ പിന്നെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ സംസാരിക്കണം അവരോട് മാത്രം, അല്ലെങ്കിൽ അവരുടെ ഓൺ ആൾക്കാരോട് മാത്രം, മറ്റുള്ളവർ കേൾക്കുന്ന രൂപത്തിലൊന്നും സംസാരിക്കരുത്. ഇതിന്റെ മുന്നത്തെ പോയിന്റ് പ്രൊവൈഡ് ദ ഇമോഷണൽ സപ്പോർട്ട് അല്ലെങ്കിൽ എസ്കോർട്ട് പേഷ്യന്റ് പറഞ്ഞു. ഒന്ന് നമ്മൾ IP ആവുന്ന പേഷ്യന്റ് ഇൻ കേസ് ഓഫ് എമർജൻസി, എന്തെങ്കിലും ഇപ്പോ എക്ടോപിക് പേഷ്യന്റ് അങ്ങനെയൊക്കെയുള്ള എമർജൻസി ആണെങ്കിൽ പാനിക് ആവാതെ വളരെ കൃത്യമായിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അത് ചെയ്യേണ്ട നമ്മളുടെ നെക്സ്റ്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലുള്ള പിന്നെ പേഷ്യൻസിനെ നമ്മളുടെ നഴ്സുമാരെ കൃത്യമായിട്ട് വിവരങ്ങൾ പറയുകയും അവരെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണോ ഡോക്ടർ കൺഫർമേഷനിൽ അതുപോലെ ചെയ്യുക. ഒരു പേഷ്യന്റ് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഇപ്പൊ ഇങ്ങനത്തെ എമർജൻസി ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലെല്ലാം പ്രിപ്പയർ ചെയ്യുക. ദെൻ വീൽ ചെയറോ അല്ലെങ്കിൽ മറ്റു പിന്നെ നമുക്ക് നമ്മുടെ ട്രോളിയോ എന്താണോ ആവശ്യം എന്നുണ്ടെങ്കിൽ ആ സംഗതികൾ അടുത്തെത്തിക്കുക. പുറത്തുള്ള ക്രൗഡെല്ലാം ഒഴിവാക്കുക. നെക്സ്റ്റ് ലിഫ്റ്റിലേക്ക് കയറാനുള്ള രീതിയിലൊക്കെ ഒരാൾ അറേഞ്ച് ചെയ്യുക. ദെൻ നെക്സ്റ്റ് അടുത്ത ആൾ എക്സിക്യൂട്ട് ചെയ്യുക. ഈ രൂപത്തിലാണ് നമ്മളുടെ ഈ പേഷ്യൻസിനുമായുള്ള എസ്കോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഒന്ന് എമർജൻസി എസ്കോർട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ നോർമൽ പേഷ്യന്റ് IP ആക്കാൻ വേണ്ടിയിട്ടുള്ള എസ്കോർട്ട് ഉണ്ടാവും. ദെൻ 1 to 2 ലഞ്ച് ടൈം, മിഡ് ഡേ ക്ലീനപ്പ് ഇതൊക്കെ ചെയ്യേണ്ടതാണ്. എല്ലാ പിന്നെ ഗൈനക് OPയും ഇതാണ് കേട്ടോ പറയുന്നത്. എല്ലാ ഗൈനക് OPയും, മെയിൻ OP മാത്രമല്ല, ഗൈനക്കിന്റെ എല്ലാ OPകളും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇരിക്കേണ്ടത്. 1 മണി മുതൽ 2 വരെ ലഞ്ച് ബ്രേക്ക് ആണ്. ലഞ്ച് ബ്രേക്ക് നമുക്ക് ഓൺ റൊട്ടേഷനിൽ പോവാം. ഒരേ സമയം എല്ലാവരും കൂടി ലഞ്ച് ബ്രേക്കിന് പോകാന്നുള്ളത് ഒഴിവാക്കിയിട്ട്, ഇൻ കേസ് നമുക്ക് തിരക്കൊക്കെ ഉള്ള സമയങ്ങളിലാണെങ്കിൽ റൊട്ടേഷനിലാണ് നമ്മൾ ലഞ്ച് ബ്രേക്ക് എടുക്കേണ്ടത്. സ്റ്റാഫ് ലഞ്ച് ബ്രേക്ക് എടുക്കാം. ദെൻ ക്ലീൻ സ്കാനിങ് ടേബിൾ ആൻഡ് OPD റൂം. വീണ്ടും ഉച്ചക്കുള്ള ഒരു ക്ലീനിങ്, ഉച്ചയ്ക്ക് ഒരു ഗ്യാപ്പ് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ക്ലീൻ ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കുക. കാരണം തിരക്കുണ്ടാവുന്ന സമയങ്ങളിൽ നമ്മൾ ഓരോന്നോരോന്ന് അറേഞ്ച് ചെയ്യാൻ ചിലപ്പോൾ പ്രയാസം ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ സമയം അതിനുവേണ്ടി പ്രിപ്പയർ ആഫ്റ്റർനൂൺ സെഷന് വേണ്ടിയിട്ട് നമ്മൾ എന്താണോ മോർണിംഗിൽ ചെയ്തത് അതേ സംഗതികൾ തന്നെ ആഫ്റ്റർനൂൺ സെഷനിലേക്കും പ്രിപ്പയർ ചെയ്ത് വെക്കുക. ആവശ്യമുള്ള ഡോക്യുമെന്റ്സ്, ആവശ്യമുള്ള എല്ലാ പിന്നെ കൺസേൺ എടുക്കാനുള്ള ഫോംസ്, ഇതെല്ലാം കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക. എല്ലാ പേഷ്യന്റിനോടും വളരെ പൊളൈറ്റ് ആയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ആണ് നമ്മൾ ചെയ്യുന്നത് എന്ന് നമ്മൾ ചെയ്താൽ മാത്രം പോരാ, അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് തന്നെയാണ് ചെയ്യുന്നതെന്ന് അവർക്ക് തോന്നുന്ന രീതിയിൽ കൂടി ആ സംഗതികൾ ചെയ്ത് തീർക്കേണ്ടതുണ്ട്. 2 മണി മുതൽ 4:30 വരെ അടുത്ത OP സമയം കണ്ടിന്യൂ പേഷ്യന്റ് ഹാൻഡ്ലിംഗ് ആൻഡ് അസിസ്റ്റിംഗ്. എന്താണ് നമ്മൾ രാവിലെ ചെയ്ത് അതേ റിപ്പീറ്റ് ചെയ്യുക. അതേപോലെ തന്നെ മൈനർ പ്രൊസീജിയേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെല്ലാം സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ പാപ്സ്മിയർ ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ ലേബർ റൂമിൽ നിന്നായിരിക്കും എടുക്കുക, എങ്കിലും അതിന് വേണ്ട ഹാൻഡ് ഓവറുകൾ കൊടുക്കുക. ഈ പേഷ്യന്റ് എവിടെയാണ് പോകേണ്ടത്, ആരെയാണ് കാണേണ്ടത്, ഏത് സ്റ്റാഫിനെയാണ് മുട്ടിച്ചു കൊടുക്കേണ്ടത്, ഇതൊക്കെ അവരെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തു എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ. ഇൻ കേസ് പേഷ്യന്റ് ഇല്ലെങ്കിൽ അവരെ കൂടെ ചെന്ന്, അല്ലെങ്കിൽ വലിയ തിരക്കില്ലാത്ത സമയത്താണെങ്കിൽ അവരെ കൂടെ ചെന്ന് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ആ ബൈസ്റ്റാൻഡർക്കും പേഷ്യന്റിനും കംഫർട്ട് ആവുന്ന രീതിയിൽ ഇതെല്ലാം കൈകാര്യം ചെയ്യാം. മെയിൻറ്റെയിൻ ഡോക്യുമെന്റേഷൻ. ഈ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയത്ത് ആണ് പിന്നെ നമ്മുടെ ഫോമുകൾ EDC അപ്ഡേഷൻ ഓൺഗോയിങ്ങിൽ നടക്കണം. ഈ EDC അപ്ഡേഷൻ നടന്നിട്ടുണ്ടോ, ഇതുവരെ നടന്നത് എന്തൊക്കെയാണ്, G-ഫോം F-ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സൈൻ ചെയ്തിട്ട് വാങ്ങിച്ചിട്ടുണ്ടോ, ഇതെല്ലാം നോക്കി റെഡി ആക്കേണ്ടതും ഈ സമയത്താണ്. ഗൈഡ് ദ പേഷ്യന്റ് ഫോർ ദി ഫോളോ അപ്പ് ഓർ റെഫറൽസ്. ഇപ്പോൾ റെഫറൽ ഉണ്ടെങ്കിൽ, ഇപ്പോൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ റെഫറൽ ചെയ്യുകയാണെങ്കിൽ അതിന്റെ കാര്യങ്ങൾ ചെയ്യുക. ദെൻ ഈ നെക്സ്റ്റ് എന്നാണ് വരേണ്ടത് എന്നൊക്കെ മാഡം അവരോട് പറഞ്ഞിട്ടുണ്ടാവും. ഈവൻ അതൊന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് അവരെയുള്ള കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. എല്ലാ പേഷ്യന്റിനും ഒരേ കെയറിങ്ങും ഒരേ സപ്പോർട്ടും കൊടുക്കുക. ദെൻ 4:30 to 5:30 PM അതിൽ നമുക്ക് റാപ്പപ്പ് ആണ്. കംപ്ലീറ്റ് ഏകദേശം കഴിഞ്ഞു എന്ന് തോന്നുന്ന സമയമാണ്. അപ്പോൾ എല്ലാ സ്കാനിങ് റിപ്പോർട്ടുകൾ ഇതൊക്കെ നമ്മൾ ഈ ഫോംസ് എല്ലാം ഫില്ല് ചെയ്യാനും സംഗതികളുണ്ടാവും. അതൊക്കെ ഫില്ല് ചെയ്തു അറേഞ്ച് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. അസിസ്റ്റ് പേഷ്യന്റ് ഡിസ്ചാർജ് ഇൻസ്ട്രക്ഷൻസ്, ഡിസ്ചാർജ് സമ്മറീസും സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രിപ്പയർ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. ക്ലീൻ OPD ആൻഡ് സെക്യൂർ OPD റൂം. എല്ലാം റൂമെല്ലാം ക്ലീൻ ചെയ്ത് സെക്യൂർ ആണെന്ന് ഉറപ്പുവരുത്തുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു OP അസിസ്റ്റന്റിന് ചെയ്യാനുള്ളത്. എമർജൻസി സിറ്റുവേഷനിൽ ഹാൻഡിൽ ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ഡിഫറെന്റ് ആയിട്ട് പറയും. ദെൻ എല്ലാ ദിവസവും റുട്ടീൻ ആയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നിങ്ങളുടെ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യലാണ് ഈ ഒരു എന്താ പറയാ SOP കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡെയിലി ചെക്ക് ലിസ്റ്റ് ഇത്രയാണ് ഉണ്ടാവുക. ഒന്ന്, OP ക്ലീൻ ആണ്, നീറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക, റെഡി ആണെന്ന് ഉറപ്പുവരുത്തുക, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. സ്കാനിങ് മെഷീൻ ഫംഗ്ഷനിലാണെന്ന് ഉറപ്പുവരുത്തുക.
ടോക്കൺ സിസ്റ്റം ചെക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് ചെയ്ത് വരുമ്പോൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഫോംസും സ്റ്റേഷനറീസ് ഒക്കെ അവൈലബിൾ ആണ് അവിടെ എന്നുള്ള കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. ഡോക്യുമെന്റേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. വേസ്റ്റ് ഡിസ്പോസൽ കൃത്യമായിട്ട് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗൂഗിൾ ഷീറ്റ് അപ്ഡേറ്റഡ് ആണെന്ന് ഉറപ്പുവരുത്തുക. ദെൻ നെക്സ്റ്റ് ഡേ. ഇത്രയാണ് നമ്മുടെ ടോട്ടൽ വർക്ക് ഫ്ലോ വരുന്നത്. ഇത് എല്ലാ OP-കളിലും നമ്മൾ ഫോളോ ചെയ്യണം. എല്ലാ ഗൈനക് OP-കളിലും ഇപ്പറഞ്ഞ പ്രോസസ്സാണ് ഫോളോ ചെയ്യേണ്ടത്. ദെൻ നമ്മുടെ പ്രോസസ് ലിസ്റ്റ് ഗൂഗിൾ ഷീറ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ട വേറെ വീഡിയോ ഉണ്ട്. അത് നിങ്ങൾക്ക് ഇതിനോട് കൂടെ ഷെയർ ചെയ്ത് തരും. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി ഈ സംഗതികൾ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുകയും ചെയ്യും. താങ്ക് യു.